No, let's talk about DNA. Let's talk about DNA. No, actually, no. We'll talk about DNA. Seriously, because already things have escalated. Delete ചെയ്യിപ്പിച്ചു നമ്മളെല്ലാം. So, ഇനിയും why we have to talk about it? ഇപ്പം yes. I think yesterday we got a video where the person apologized. Apologizing video കിട്ടി. ഫൈൻ. നമുക്ക് ആക്ച്വലി നമ്മുടെ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സഡൻലി ഇപ്പം നമ്മൾ ആരാണെങ്കിലും സഡൻലി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ചോദ്യം വരുമ്പം വി ബിക്കം വെരി സൈലൻറ്റ് പെട്ടെന്ന്. എൻ്റെ റിയാക്ഷൻ അങ്ങനെ ഓരോരുത്തരും ഓരോ അപ്രോച്ചാണ്. സഡൻലി നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു ചോദ്യം കേട്ടപ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. മേ ബി ലൈക്ക് റീച്ചിന് വേണ്ടി നമുക്ക് കേൾക്കുന്നവർക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ അടുത്ത് ഓൾറെഡി അവരിങ്ങനെ ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ പറയാൻ വന്നുണ്ട്. ആൻഡ് മീ ആൻഡ് അഷ്കർ വേ റെഡി, എന്ത് ചോദിച്ചാലും വൈ, ബിക്കോസ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ത് ചോദിച്ചാലും. ബട്ട് സംടൈംസ് ദ വേ ദ ക്വസ്റ്റ്യൻസ് ആർ പോർട്രേഡ് അത് മേ ബി വേറൊരാൾക്ക് ഹേർട്ട്ഫുൾ ആണോ, അല്ലെങ്കിൽ അത് എന്താ പറയുക കുറച്ചും കൂടെ മേ ബി ഒരു റെസ്പെക്ട്ഫുൾ രീതിയിൽ ചോദിക്കാം അല്ലേ. സോ അങ്ങനെ ചോദ്യം വന്നു. അതിന് മീ ആൻഡ് അഷ്കർ വി ബോത്ത് റിയാക്റ്റഡ് ഇൻ എ വേ വെയർ വി ആർ സാറ്റിസ്ഫൈഡ്. So that's it. എന്നിട്ട് അത് നമ്മൾ ക്ലോസ് ചെയ്ത ചാപ്റ്റർ ഇറ്റ് ഇസ് ഓവർ. ഐ തിങ്ക് വി ഷുഡ് ഓൺലി ടോക്ക് അബൌട്ട് DNA now. വി ഹാവ് ക്ലോസ്ഡ് ഇറ്റ്. കാര്യം ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു, അവർ അപ്പോളജൈസ് ചെയ്തു. അപ്പോളജൈസ് എന്ന വീഡിയോ ഉണ്ട്, ദർ ഇസ് ദർ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തന്നു. സോ ഇറ്റ് ഇസ് ഓവർ. ആൻഡ് ദെൻ ഇപ്പോൾ ഇത് വീണ്ടും നമ്മൾ ചോദിക്കുമ്പം ഇന്നലെ കുറേ മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെയും കൂടെ ഐ വിൽ റെസ്പോണ്ട് ചെയ്യും, ആ ലിങ്കുകൾ ഉണ്ടാവും, വന്നിട്ടുണ്ടാവും. സോ ഐ റെസ്പോണ്ടഡ്. ഓക്കെ, അപ്പം വീണ്ടും സെയിം ടോപ്പിക് എല്ലാവരും ചോദിക്കുമ്പം ഐ ആം ഓൾസോ ഗെറ്റിംഗ് ഡൗൺ. ഒരു മിനിറ്റ് ഞാൻ പറയാം. നമ്മളിപ്പം ഒരു കണ്ടന്റ് വേണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ദേ വിൽ ബി ഷൗട്ടിങ് ഓർ വാട്ട് എവർ. ഞങ്ങളും റിയാക്ട് ചെയ്തു. ഞങ്ങൾ റിയാക്ട് ചെയ്യാണ്ടിരുന്നില്ലല്ലോ, വി ഓൾസോ റിയാക്റ്റഡ് അല്ലേ. ആ റിയാക്ഷൻ കഴിഞ്ഞു, അത് ക്ലോസ് ചെയ്തു, അവർ അപ്പോളജൈസ് ചെയ്തു. ആൻഡ് ദെൻ അപ്പോളജൈസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയ ന്യായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദേ ഹാവ് ഓൾസോ അക്സെപ്റ്റഡ് ഇറ്റ്. അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. സോ ഫ്രം അവർ പാർട്ട്, എൻ്റെയും അഷ്കറിന് ഞങ്ങളൊരു ഇൻ്റർവ്യൂവിൽ ഒരുമിച്ചിരിക്കുമ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഉത്തരം പറയുമ്പം വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വി ഗേവ് ആൻ ആൻസർ ആൻഡ് വി വാക്ക്ഡ് ഔട്ട്. ഓക്കെ, ആൻഡ് ദെൻ വി ടോൾഡ് ദ എൻ്റയർ ടീം ടു ഡിലീറ്റ് ഇറ്റ്. പല ലിങ്കുകളും ഞങ്ങൾക്ക് വരുന്നുണ്ട്, അതെല്ലാം ഞങ്ങൾ റിമൂവ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. കുറേ പേര് സംസാരിച്ചിട്ടുണ്ട്. വി ആർ ഗോണ ഗെറ്റ് ഇറ്റ് റിമൂവ്ഡ്. എല്ലാം ഉണ്ട്. അതെങ്ങനെ റിമൂവ്? ഐ ഡോണ്ട് നോ. നിങ്ങൾക്കെല്ലാം ടെക്നോളജിക്കലി യു ആർ അഡ്വാൻസ്ഡ്, എനിക്ക് ഒരു നോളജും ഇല്ല. നോക്കട്ടെ, പല കമൻറ്റുകളും വരും. എനിക്ക് എല്ലാവരും ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ. കാര്യം ചോദ്യം നേരിട്ടതും വിഷമിച്ചതും റിപ്ലൈ കൊടുത്തതും എല്ലാം ഞാനും അഷ്കറും കൂടിയാണ്. സോ ഐ തിങ്ക് ഐ ഹാവ് ഡെൽറ്റ് ഇറ്റ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ. ഐ ഫീൽ ഇറ്റ്. ബിക്കോസ് ഞാൻ ചിലവർ പറയുന്നു കുറച്ചും കൂടെ റേസ് ആണെന്ന്. അത് എൻ്റെ രീതി ഉണ്ടല്ലോ, ഓരോരുത്തരും വേറെ രീതിയിലല്ലോ. എൻ്റെ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്തു. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം എനിമോർ. അത് സോൾവ് ചെയ്ത് കോംപ്രമൈസ് ചെയ്യാൻ നിന്നില്ലല്ലോ ഞങ്ങളാരും. വി വാക്ക്ഡ് ഔട്ട്, അത്രേ ഉള്ളൂ. ബിക്കോസ് ദാറ്റ്സ് ഓൾ വി ക്യാൻ ഡു. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോ നൂറുകണക്കിന് ആൾക്കാരോ പോട്ടെ, രണ്ടുപേരെ പോലും ഞാൻ അല്ലാണ്ട് വേറൊരാളെ പോലും ബോധിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് എന്നെ അറിയാം, എൻ്റെ കൂടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അറിയാം. ദാറ്റ് ഈസ് മോർ ദൻ ഇനഫ്. ആൻഡ് ദെൻ പറയാനുള്ളത് പറഞ്ഞു. വി വാക്ക്ഡ് ഔട്ട്. ആൻഡ് ദെൻ അറ്റ്ലീസ്റ്റ് ഭാവിയിലത്തേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഓൾവേസ് ഇറ്റ്സ് ഓൾ ഗുഡ് ഇഫ് വി റെസ്പെക്ട് ഈച്ച് അതർ. നിങ്ങൾ എല്ലാവരും ആണെങ്കിലും നമ്മളെ റെസ്പെക്ട് ചെയ്യും, നമ്മൾ തിരിച്ച് റെസ്പെക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദി മെയിൻ തിങ്. എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി ആംബിയൻസ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് എല്ലാ ഇൻ്റർവ്യൂസിനും മുന്നോട്ട് പോകാം. സോ ദാറ്റ്സ് ദ ഓൺലി തിങ്. അടുത്ത ചോദ്യം ചെവിയിൽ ചോദിച്ചു വിടുവാണല്ലേ. ഐ തിങ്ക് വി ഷുഡ് മൈൻഡ് ഇറ്റ് അപ്പ്. ആൻഡ് DNA പറ്റി ചോദിക്കാം. ബിക്കോസ് നമ്മുടെ ഇവിടെ സെലിബ്രിറ്റീസ് എല്ലാവരും വന്നിരിക്കുകയാണ്, കുറേ പേര് വന്നു കണ്ടു. ഇഫ് യു ആസ്ക് അബൌട്ട് ദാറ്റ് ഐ വിൽ ബി വെരി ഹാപ്പി. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് DNA പ്രൊമോഷനാണിപ്പോൾ, റൈറ്റ്? യാ, വിൽ ഗോ. താങ്ക് യു സോ മച്ച്. സോ പ്രേക്ഷകരെ വന്നതാണ്. നിങ്ങൾക്ക് കുറേ ഇൻ്റർവ്യൂ നമ്മൾ തന്നു. ഇപ്പോൾ DNA ഇപ്പോൾ നമ്മൾ കുറേ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, വലിയ വലിയ ടെക്നീഷ്യന്മാരുണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആരും മോശമെന്ന് പറയുന്നില്ല നമ്മുടെ പടം. നിങ്ങൾക്കും അറിയാമല്ലോ, എല്ലാവരും നിങ്ങളും കണ്ടതല്ലേ എല്ലാ പടം അല്ലേ? നിങ്ങളെല്ലാവരും പടം കണ്ടതല്ലേ? അപ്പം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണുക. എന്താ പറയുക, ഞാൻ തന്നെ എല്ലാവരും നല്ല നല്ല വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. തുല്യ പ്രാധാന്യം. ഇപ്പം ഞാൻ നായകനെന്നോ ഇദ്ദേഹം ഹീറോയിനോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് പടത്തിലുള്ളത്. പിന്നെ ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ. T. സുരേഷ് ബാബു സാർ എന്ന് പറഞ്ഞ വലിയൊരു ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ രവിചന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാമറമാനുണ്ട്. അതുപോലെ ജോൺകുട്ടി എഡിറ്റർ. ഒരുപാട് കാര്യങ്ങൾ, മ്യൂസിക് കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് സംഭവങ്ങളുള്ളൊരു സസ്പെൻസ് ത്രില്ലറാണ് തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
അപ്പോൾ നിങ്ങളെല്ലാവരും പടം വന്ന് കാണണം. എന്താ വെച്ചാൽ എന്നെ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. ഇല്ല, സെയിം ചോദ്യം പറഞ്ഞു ഉത്തരം അതല്ലേ ഇതല്ല അല്ല. ഓക്കെ, ഭയങ്കര ഡൗൺ ആയിരിക്കുകയാണ് ഹന്ന. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു, കുട്ടിയാകെ വിഷമിപ്പിച്ചെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നത് പറയട്ടെ, വീട്ടിൽ പറയട്ടെന്ന് പറയട്ടെ എല്ലാവരും. എല്ലാവരും പോലീസ് കംപ്ലൈന്റ് കൊടുക്കും. ഇല്ല, പോലീസ് വേണ്ട, എല്ലാവരും കംപ്ലൈന്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. താങ്ക് യു സോ മച്ച്, എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു. കാണാത്തവർ പോയി തിയേറ്ററിൽ പോയി കാണുക, ബിക്കോസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എല്ലാവരും കാണുന്നവർ നല്ല അഭിപ്രായം പറയുന്നു. സോ പ്ലീസ് ഡു സപ്പോർട്ട് us. താങ്ക് യു. ഈ മൈക്കിന്റെ ഓണർ എനിക്ക് ചെലവ് ചെയ്യണം.